ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പേപ്പർ 1ൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് കേട്ടോ. ഇത് പാർട്ട് 6 ആണ്. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട്. പേപ്പർ 2ൽ വിശദമായിട്ട് മാത്സിൻ്റെ ക്ലാസ്സുകളൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. മക്കൾ അതൊക്കെ പോയി കാണുക, നന്നായിട്ട് പഠിക്കുക. 1. ദുരിതങ്ങളിൽ തളർന്നു പോവുകയല്ല വേണ്ടത്, അവയെ മറികടന്ന് മുന്നോട്ട് പോകണം എന്ന സൂചനയാണ് ഇനിയും മുന്നോട്ട് എന്ന യൂണിറ്റിന് പേര് നൽകുന്ന സൂചന. എ. പ്രസ്താവനയും കാരണവും ശരിയാണ്. ബി. പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. കാരണം ശരിയാണ്, പ്രസ്താവന തെറ്റാണ്. ഡി. പ്രസ്താവനയും കാരണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എ ആണ്, പ്രസ്താവനയും കാരണവും ശരിയാണ്. 2. കിനാവ്, കനിവ്, ചിന്ത, വിചാരം. താഴെ കുറച്ച് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, ഇവയെല്ലാം സ്വപ്നത്തിൻ്റെ പര്യായങ്ങളാണ്. 2. കിനാവ്, കനിവ് എന്നതാണ് സ്വപ്നത്തിൻ്റെ പര്യായം. 3. ചിന്ത, വിചാരം എന്നതാണ് സ്വപ്നത്തിൻ്റെ പര്യായം. 4. കനിവ് സ്വപ്നത്തിൻ്റെ പര്യായമല്ല. ആൻസർ ഏതാണ്? കനിവ് സ്വപ്നത്തിൽപ്പെട്ടതാണോ? അല്ല. അപ്പോൾ ആൻസർ ഡി ആണ്. 4. കനിവ് സ്വപ്നത്തിൻ്റെ പര്യായമല്ല. 3. തെറ്റായ ജോഡി കണ്ടെത്തുക. അന്തി, സന്ധ്യ, ആന്തല്, അമ്പരപ്പ്, മെയ്യ്, ശരീരം. ഇഷ്ടം, അനിഷ്ടം. ആൻസർ ഡി, ഇഷ്ടം, അനിഷ്ടം. കൂട്ടത്തിൽ പെടാത്തതേത്? നഗരത്തിൽ പ്ലസ് എത്തി, മഴ പ്ലസ് തുള്ളി, വെള്ളി പ്ലസ് കിണ്ണം, വേനൽ പ്ലസ് കാലം. ആൻസർ എ, നഗരത്തിൽ പ്ലസ് എത്തി. 5. യോജിച്ചവ ചേർക്കുക. പ്രേരിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക, കലശലായ, അതിയായ, തരിച്ചു നിന്നു, അമ്പരന്നു പോയി, കണിശമായി, കൃത്യമായി. ആൻസർ സി ആണ്. 2, 4, 1, 3. കൊള്ളാം ഈ മഴ, കൊള്ളിൽ ഈ മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. ഇവിടെ കൊള്ളാം എന്നതിന് എന്തെല്ലാം അർത്ഥം കണ്ടെത്താനാകും? 1. ശരീരത്തിൽ ഒരു വസ്തു വന്ന് തട്ടുക. 2. നന്നായിട്ടുണ്ട്. 3. കൊടുക്കുക. 4. വാങ്ങുക. 1ഉം 2ഉമാണ് ശരി. ആൻസർ ഓപ്ഷൻ സി. 7. കളിമാറാപ്പ് എന്ന പാഠഭാഗത്തിലെ കവിതയ്ക്ക് ആ പേര് വരാനുള്ള കാരണം എന്ത്? ആൻസർ എ, ധാരാളം നാടൻ കളികളെ പരിചയപ്പെടുത്തുന്നത് കൊണ്ട്. 8. ആഴിത്തിരകൾക്കു മീതെ ഞാനും നാടിക്കളിച്ചതിനു ശേഷം. ഇവിടെ ആഴി എന്ന പദത്തിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ ശരിയായ പദക്രമം ഏത്? കടൽ, പുഴ, സമുദ്രം, സാഗരം. കടൽ, സമുദ്രം, സാഗരാണ്, പുഴയല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി. വലുതിന്നിര ചെറുതെന്നത് മൃഗജീവിത നിയമം. വലിയവർ ചെറിയവർക്ക് തുണയാവുക എന്നതാണ് മൃഗനിയമം. വരികളും ആശയവും തെറ്റാണ്. വരികൾ ശരിയും ആശയം തെറ്റുമാണ്. വരികളും ആശയവും ശരിയാണ്, വരികൾ മാത്രമാണ് ശരി. ആൻസർ ഏതാണ്? വരികൾ ശരിയാണ്, ആശയം തെറ്റാണ്. അതായത് വലുതിൻ്റെ ഇരയാണ് ചെറുത്, അതാണ് മൃഗജീവിത നിയമം. വലിയവർ ചെറിയവർക്ക് തുണയാവുക എന്നത് നരധർമ്മം, അതായത് മനുഷ്യരുടെ ധർമ്മമാണ്. അത് മൃഗനിയമമല്ല. ഇവിടെ ഡിയും ശരിയാണ്, വരികൾ മാത്രമാണ് ശരി. ബി, ഡി. 10. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കുട്ടികളുടെ ജിജ്ഞാസ നാം എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. അടിവരയിട്ട പദത്തിന് പകരം പദം ഏത്? 1. അറിയാനുള്ള ആഗ്രഹം. 4. ആകാംക്ഷ. ഇവിടെ സി ആണ്. 1ഉം 4ഉം ശരി. നെക്സ്റ്റ് ഇംഗ്ലീഷ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Statement. Dilna was able to give her address clearly to the emergency helpline. Reason. Dilna remembered to speak loudly and clearly just like her grandmother had taught her. Both the statement and reason are true. The reason is the correct explanation of the statement. A ആണ് അല്ലേ. 2. Hesitantly they uttered their names. Find out the word meaning of the marked word from the following. മടിച്ച് അവരുടെ പേരുകൾ ഉച്ചരിച്ചു. ഇവിടെ ഹെസിറ്റൻസിലി എന്നുള്ള വാക്കിന് സമാനമായത് ഏതാണ്? സി ആണ്, ഡൗട്ട്ഫുള്ളി. 3. ചൂസ് ദ കറക്റ്റ് ആൻസർ. 1. ദീദി സ്റ്റാർട്ടഡ് എവരി കമ്മിങ് ഡേ. 2. ദീദി സ്റ്റാർട്ടഡ് കമ്മിങ് എവരി ഡേ. ആൻസർ ബി ആണ്, രണ്ടാമത്തതാണ് കറക്റ്റ്. 4. The brown cat shook its fur angrily because the raindrop landed on it.
ബ്രൗൺ ക്യാറ്റ് ദേഷ്യത്തോടെ അവൻ്റെ രോമം കുടഞ്ഞു. കാരണം മഴത്തുള്ളി അവൻ്റെ മേലിൽ പതിച്ചു. ഇവിടെ ആൻസർ എ ആണ്. ബോത്ത് ആർ ട്രൂ. രണ്ടും ശരിയാണ്. ദ റീസൺ ഈസ് കറക്റ്റ്. അല്ലേ? കാരണം ശരിയാണ്. ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ താഴെ തന്നിട്ടുള്ളതിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? 2, 4. ഗെറ്റ് റെഡി ടു ഗോ ലിറ്റിൽ റെയിൻ ഡ്രോപ്സ് ദ ക്ലൗഡ് റംബിൾഡ്. ദ ഫ്ലവേഴ്സ് സ്പ്രെഡ് ദെയർ ലീഫി ആംസ്. ആൻസർ ഓപ്ഷൻ സി. ചൂസ് ദ കറക്റ്റ് പെയർ. സൺ, ഫൺ, സോ, സ്കൈ, ലവ്, ക്ലൗഡ്, ഷാർപ്പ്, ഷൗട്ട്. 1ഉം 3ഉം ശരിയാണ്. ആൻസർ ബി. 7. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഓർഡർ ഇവൻറ്റ്സ്. 1. ദ വില്ലേജേഴ്സ് ബ്രോട്ട് ദ വെജിറ്റബിൾ ആൻഡ് ചിക്കൻ. ദ യങ് ട്രാവലർ റീച്ച്ഡ് ദ വില്ലേജ്. 3. ദ വില്ലേജേഴ്സ് ഷെയർഡ് ദെയർ വില്ലേജ്. ദ ഓൾഡ് വുമൺ ഓപ്പൺ ദ ഡോർ. ഫസ്റ്റ് വരുന്നത് രണ്ടാമത്തത്, സെക്കൻഡ് വരുന്നത് 4. നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അക്കങ്ങൾ എഴുതി വെക്കണം കേട്ടോ. 2, 4, 1, 3. ആൻസർ ഓപ്ഷൻ എ. 8. ദ യങ് ട്രാവലർ ഡാഷ് എ മാജിക് സ്റ്റോൺ വിത്ത് ഹിം. ആൻസർ സി. ഹാസ്. ദ യങ് ട്രാവലർ ഹാസ് എ മാജിക് സ്റ്റോൺ വിത്ത് ഹിം. 9. ചൂസ് ദ കറക്റ്റ് വെർബ് ഫ്രം കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ദ സ്ട്രേഞ്ചർ സ്മൈൽഡ് ആൻഡ് ഡാഷ്. ആൻസർ ഓപ്ഷൻ സി ആണ്. സെറ്റ്. ദ സ്ട്രേഞ്ചർ സ്മൈൽഡ് ആൻഡ് സെറ്റ്. 10. വിച്ച് ഈസ് ദ കറക്റ്റ് യൂസേജ് കൺജക്ഷൻ ആൻഡ് ദ സൂപ്പ് ഈസ് ഡെലീഷ്യസ്. ദ സൂപ്പ് ഈസ് ഫുൾഫില്ലിങ്. ആൻഡ് ചേർത്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം? ദ സൂപ്പ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിങ്. ആൻസർ ഓപ്ഷൻ സി ആണ്. മാത്സിൽ ഒന്നാമത്തെ ചോദ്യം. സീത ഒരു പുസ്തകത്തിൻ്റെ പകുതി ഭാഗം 1-ാം ദിവസം വായിച്ചു. 2-ാം ദിവസം ബാക്കിയുള്ളതിൻ്റെ പകുതി വായിച്ചു. ഇനി 25 പേജുകൾ കൂടി വായിക്കാനുണ്ടെങ്കിൽ ആ പുസ്തകത്തിൽ ആകെ എത്ര പേജുകൾ ഉണ്ടായിരിക്കും? 25 പേജുകളാണ് ഇനി വായിക്കാനുള്ളത്. 2-ാം ദിവസം വായിച്ചതിൻ്റെ പകുതി. അതായത് 2-ാം ദിവസം വായിച്ചത് എങ്ങനെ കണ്ടുപിടിക്കുക? 25ൻ്റെ ഇരട്ടി. 25 + 25 50. 1-ാം ദിവസം വായിച്ചത് ആ പുസ്തകത്തിൻ്റെ പകുതി പേജുകളാണ്. അതായത് 50ൻ്റെ ഇരട്ടി. 50 + 50 100. ആൻസർ ഓപ്ഷൻ ബി 100. 2. റഹീമിൻ്റെ കയ്യിലുള്ള മിഠായികൾ തൻ്റെ 4 കൂട്ടുകാർക്ക് തുല്യമായി വീതിച്ചു നൽകിയപ്പോൾ 3 മിഠായികൾ ബാക്കി വന്നു. റഹീമിൻ്റെ കയ്യിലുണ്ടായിരുന്ന മിഠായികളുടെ എണ്ണം താഴെ പറയുന്നവയിൽ ഏതെല്ലാം ആകാം? 4 കൂട്ടുകാർക്ക് തുല്യമായി വീതിച്ചു. അപ്പോൾ 3 എണ്ണം ബാക്കി വന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 4ൻ്റെ ഗുണിതത്തിനോട് 3 പ്ലസ് ചെയ്യുക. ഈ ഗുണിതം ഇവിടെ 4 3 12 + 3 15. I 3 15. 15 + 3 19. ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം ശരി. മനസ്സിലായല്ലോ അല്ലേ? 4നെ തുല്യ ഭാഗങ്ങളാക്കണം. അതിനോട് 3 കൂട്ടുക. 3. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 1. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം 1 ആയിരിക്കും. അത് ശരിയാണ്. ഏതൊരു സംഖ്യയെയും 1 കൊണ്ട് ഹരിച്ചാൽ അതേ സംഖ്യ തന്നെയായിരിക്കും ഹരണഫലം. അതും ശരിയാണ്. 3. ഹരണഫലം എന്നാൽ ഒരേ സംഖ്യ തന്നെ ആവർത്തിച്ച് കൂട്ടുന്നതാണ്. 4. 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ ഹരണം സഹായിക്കുന്നു. ആൻസർ 1ഉം 2ഉം ശരിയാണ്. പക്ഷേ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് നമുക്ക് ഡി ആണ് ആൻസർ. 1 ശരിയും 4 തെറ്റുമാണ്. 4 ചേരുംപടി ചേർക്കുക. എ ബി എന്നിങ്ങനെ തന്നിട്ടുണ്ട്. 1 ഹാര്യം, 2 ഹാരകം, 3 പകുതിയുടെ പകുതി 5. 4 2, 4, 6 എന്നീ കൂട്ടങ്ങളാക്കാം. 1 ഹാര്യം, 3 ഹരിക്കപ്പെട്ട സംഖ്യ. ഹാരകം ഹരിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യ. 3 പകുതിയുടെ പകുതി 5 20. 4 2. ആൻസർ ഓപ്ഷൻ ബി. 5 ഹരണവുമായി ബന്ധപ്പെട്ട് ഈ വാക്യങ്ങളിൽ ശരിയായത് ഏതാണ്? ആൻസർ സി. ഹാര്യം സമം ഹാരകം ഗുണിക്കണം ഹരണഫലം പ്ലസ് ശിഷ്ടം. 6 ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ഹരണഫലം ആ സംഖ്യയിലെ അവസാനത്തെ അക്കങ്ങൾ ഒഴിവാക്കിയാൽ കിട്ടുന്ന
സംഖ്യയായിരിക്കും. ഈ പ്രസ്താവന താഴെ കുറച്ച് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. എ എപ്പോഴും ശരിയാണ്, 0 ശിഷ്ടം വരുന്ന സാഹചര്യത്തിൽ. ബി തെറ്റാണ്. സി ഒറ്റ സംഖ്യകൾക്ക് മാത്രം ശരിയാണ്. ഡി 10ൻ്റെ ഗുണിതങ്ങൾക്ക് മാത്രം ശരിയാണ്. ആൻസർ എ എപ്പോഴും ശരിയാണ്. 7 ഒരു തോട്ടത്തിൽ കുറച്ച് ചെടികൾ നടണം. ഓരോ വരിയിലും 6 ചെടികൾ വീതമോ 8 ചെടികൾ വീതമോ നട്ടാൽ വരികൾ കൃത്യമായി പൂർത്തിയാക്കാൻ പറ്റും. എങ്കിൽ അവിടെ നടേണ്ട ഏറ്റവും കുറഞ്ഞ ചെടികൾ എത്രയാണ്? ആൻസർ സി ആണ്, 24. എങ്ങനെ കിട്ടി? 6ൻ്റെ ഗുണിതവും 8ൻ്റെ ഗുണിതവുമായി വരുന്നതായിരിക്കണം. 8 ഒരു കോണിപ്പടി കയറുമ്പോൾ അപ്പു 2 സ്റ്റെപ്പുകൾ വീതവും അനു 3 സ്റ്റെപ്പുകൾ വീതവും ചാടിക്കയറുന്നു. ഇരുവരും ഒരേ സ്റ്റെപ്പിൽ കാല് കുത്തണമെങ്കിൽ അവർ എത്രാമത്തെ സ്റ്റെപ്പിലാണ് എത്തേണ്ടത്? ഇതാ ഇവിടെയും അതുപോലെ 2ൻ്റെയും 3ൻ്റെയും ഗുണിതം വരുന്ന സംഖ്യയായിരിക്കണം. ആൻസർ സി ആണ്, 6. 9 ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമായി വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ആൻസർ 9. 10 അമ്മു കടയിൽ പോയി. അവിടെയുള്ള പുസ്തകങ്ങളുടെയും പേനകളുടെയും എണ്ണത്തെക്കുറിച്ച് അവൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. പുസ്തകങ്ങളും പേനകളും ആകെ 12 എണ്ണമാണ്. പുസ്തകങ്ങളുടെ എണ്ണം പേനകളുടെ എണ്ണത്തേക്കാൾ 4 കൂടുതലാണ്. പുസ്തകങ്ങൾ എത്ര, പേനകൾ എത്ര? പുസ്തകങ്ങളുടെ എണ്ണം പേനകളുടെ എണ്ണത്തേക്കാൾ 4 കൂടുതലാണ് അല്ലേ? അപ്പോൾ 12ൽ നിന്ന് 4 കുറച്ചാൽ 8. അപ്പോൾ പുസ്തകം 8ഉം പേന 4ഉം. ആൻസർ ബി ആണ്. പരിസര പഠനം. അതിലൊന്നാമത്തെ ചോദ്യം, പ്രസ്താവന ജലത്തിന് ഒഴുകാൻ കഴിയും, കാരണം ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ട്. ഓപ്ഷൻ നൽകിയിട്ടുള്ളത് എ പ്രസ്താവനയും കാരണവും ശരിയാണ്. ബി പ്രസ്താവന ശരിയും കാരണം തെറ്റുമാണ്. സി പ്രസ്താവന തെറ്റും കാരണം ശരിയുമാണ്. ഡി പ്രസ്താവനയും കാരണവും തെറ്റാണ്. ആൻസർ ബി ആണ്, പ്രസ്താവന ശരിയും കാരണം തെറ്റുമാണ്. 2 താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത ജോഡി ഏത്? കുളം, മത്സ്യം, ഇലകൾ, സൂര്യപ്രകാശം, ഗംഗാരു എലി, കൊഴുപ്പ്, പെൻഗിൻ, ധ്രുവപ്രദേശം. ആൻസർ സി ആണ്, ഗംഗാരു എലി, കൊഴുപ്പ്. 3 ചുവടെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളെ ശരിയായ കാലക്രമത്തിലാക്കുക. ഫസ്റ്റ് നടന്നത് ചമ്പാരൻ സത്യാഗ്രഹം, 2ാമത് നിസ്സഹകരണ സമരം, 3 ഉപ്പ് സത്യാഗ്രഹം, 4 ക്വിറ്റ് ഇന്ത്യ സമരം. EVS 2ാമത്തെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. GK-ക്കും വരും, അതുപോലെ EVS-നും ഉണ്ടാവും. മക്കൾ നന്നായിട്ട് പഠിക്കുക. ആൻസർ സി ആണ്, 3, 1, 4, 2. 4 തെറ്റായ ജോഡി കണ്ടെത്തുക. എ ഡോക്ടർ സാലിം അലി, നവംബർ 12 ശരിയാണ്. കോട്ടയം ജില്ലയിലെ പക്ഷിസങ്കേതം കുമരകം, അതും ശരിയാണ്. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം കടലുണ്ടി, അത് തെറ്റാണ്. കണ്ടൽ വനങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം മംഗളവനം. തെറ്റായ ജോഡിയെ ചോദിച്ചിട്ടുള്ളത് ആൻസർ സി. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം പാലക്കാട് ജില്ലയിലാണ് അല്ലേ? ഇത് KK നീലകണ്ഠൻ മയിൽ സാങ്ച്വറി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നതാണ് ഇന്ദുചൂടൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് KK നീലകണ്ഠൻ. മക്കളെ EVS-ൻ്റെ ഓരോ യൂണിറ്റും ക്ലാസ് എടുത്ത് വിട്ടിട്ടുണ്ട്. മക്കളതൊക്കെ പോയി കാണണം കേട്ടോ. ജീവിയെ തിരിച്ചറിയൽ. 1 മണലിൽ താഴ്ന്നു പോകാത്ത കാൽപാദങ്ങൾ. 2 മുതുകിലെ കൊഴുപ്പ്. 3 ഇഷ്ടാനുസരണം അടക്കാനും തുറക്കാനും കഴിയുന്ന മൂക്ക്, നീളമുള്ള കഴുത്ത്. ആൻസർ ഒട്ടകം. 6 പ്രസ്താവനകളും വിശദീകരണവും പരിശോധിക്കുക. 1 ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ് സെലനോഗ്രാഫി. തെറ്റാണ്. അമാവാസി ദിനത്തിൽ ചന്ദ്രൻ്റെ ഒരു ഭാഗം പോലും ഭൂമിയിലേക്ക് കാണാൻ സാധിക്കുന്നില്ല. ശരിയാണ്. പൂർണ്ണചന്ദ്രനെ കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി, അതും ശരിയാണ്. കൊല്ലവർഷത്തിൻ്റെ മറ്റൊരു പേരാണ് സഹവർഷം, അത് തെറ്റാണ്. ആൻസർ 2ഉം 3ഉം ശരി. 7 കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ കൂട്ടമേത്? പാമ്പാർ, ഭവാനി, കബനി. ആൻസർ എ ആണ് അല്ലേ? കേരളത്തിലാകെ 44 നദികൾ, 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡാണ്. ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയും കാസർഗോഡ് ജില്ലയിലാണ്. 8 തിരുവാതിരക്കളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കർക്കിടക മാസത്തിൽ പുരുഷന്മാർ മാത്രം അവതരിപ്പിക്കുന്ന നൃത്തം, അത് ശരിയല്ല. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ
ദശപുഷ്പം ചൂടി സ്ത്രീകൾ ചെയ്യുന്ന നൃത്തം. അത് ശരിയാണ്. 3. ക്രിസ്തുമത ചരിത്രം വിവരിക്കുന്ന പാട്ടുകളാണ് ഇതിൽ ആലപിക്കുന്നത്. അത് തെറ്റാണ്. 4. കത്തിച്ചു വെച്ച നിലവിളക്കിനു ചുറ്റും നിന്ന് സ്ത്രീകൾ കൈകൊട്ടി കളിക്കുന്നു. 2ഉം 4ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി. 9. ദ്രാവകത്തിൻ്റെയും വാതകത്തിൻ്റെയും പൊതുവായ സ്വഭാവത്തെ ശരിയായി വിശകലനം ചെയ്യുന്ന പ്രസ്താവന ഏത്? 1. രണ്ടിനും നിശ്ചിത ആകൃതിയില്ല. അത് ശരിയാണ്. 2. രണ്ടിനും ഭാരമുണ്ട്. അതും ശരിയാണ്. 3. രണ്ടിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അതും ശരിയാണ്. 4. രണ്ടിനും ആകൃതിയുണ്ട്. അത് തെറ്റാണ്. ആൻസർ 1ഉം 2ഉം 3ഉം ശരി. 10. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1. പ്ലാസ്റ്റിക് കുപ്പികൾ സസ്യങ്ങൾ നടാൻ ഉപയോഗിക്കുന്നു. ശരിയാണ്. ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയുന്നു. ശരിയല്ല. തീ കത്തിക്കുന്നു. അതും ശരിയല്ല. ഹരിത കർമ്മസേനയ്ക്ക് നൽകുന്നു. അത് ശരിയാണ്. 1ഉം 4ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ. അടുത്തത് GK ക്വസ്റ്റ്യൻസ്. അതിലൊന്ന്, ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന പക്ഷി ഏതാണ്? ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന പക്ഷി ആർട്ടിക് ടേൺ ആണ്. അപ്പോൾ ഇവിടെ സി ആണ്. എയിൽ റിയ തെറ്റും ആർട്ടിക് ടേൺ ശരിയുമാണ്. 2. കേരള സർക്കാരിൻ്റെ ഏത് പദ്ധതിയിലാണ് കാക്ക പ്രതീകമായി വരുന്നത്? ആൻസർ ബി ആണ്. ശുചിത്വ കേരളം പദ്ധതി. ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി പ്രാവാണ്. അതിൽ ഓപ്ഷന് മുകളിൽ കൊടുത്ത പ്രസ്താവന തെറ്റാണ്. കാക്ക ശരിയാണ്. എയും ബിയും ആണ് ശരി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഭാരതപ്പുഴയും പെരിയാറുമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഭാരതപ്പുഴ തെറ്റും പെരിയാർ ശരിയുമാണ്. ഏറ്റവും വലിയ നദി ഭാരതപ്പുഴയല്ല, പെരിയാറാണ്. രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. 5. സംസ്ഥാനത്തെ ആദ്യത്തെ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരത്താണ് എന്നാണ് വിനു പറയുന്നത്. അല്ല, തൃശ്ശൂരാണ് ശരിയെന്ന് മനുവും പറയുന്നു. ആര് പറയുന്നതാണ് ശരി? ആൻസർ ബി ആണ്. വിനു പറയുന്നതാണ് ശരി. ത്വക്ക് ബാങ്ക് തിരുവനന്തപുരത്താണ്. 6. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ കെ കേളപ്പൻ. അറബിക്കടലുമായി അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഗോവ, കേരളം. ബി ആണ്. ആന്ധ്രാപ്രദേശ്. ദേശീയ പതാകയിലെ അശോക ചക്രത്തിൽ എത്ര അരക്കാലുകളുണ്ട്? ആൻസർ ഡി 24. 9. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ആൻസർ ബി പേരാൽ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക. 1. ആഭ്യന്തര ക്രിക്കറ്റിൽ കേരള ടീമിനെ പ്രതിനിധീകരിക്കുന്നു. 2. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസ്, ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. 3. IPL അർദ്ധ സെഞ്ചുറി നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ പ്രായം കുറഞ്ഞ കളിക്കാരൻ. 4. 2026 വേൾഡ് കപ്പ് T20 ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച മലയാളി. ആൻസർ എ ആണ്. സഞ്ജു സാംസൺ. ഓക്കെ, എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മാർക്ക് വാങ്ങുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.